2016, JCI Field Facility Patron Ajmal CS, Special Guest, Sound Director Management, JFT Abid Bose, Immediate Past President of JCI Kodamangalam, JCI Anju, Evergreen Leader of JCI Sound 20, JCI Priya Kosa, വേദിയിലായിരിക്കുന്ന മറ്റ് ലേഡി GC ചെയർപേഴ്സൺ, JJ ചെയർമാൻ, സെക്രട്ടറി, പാസ്റ്റ് പ്രസിഡൻസ് ഓഫ് JCI കോതമംഗലം, ഡിയർ ലീഡേഴ്സ്, ഫാമിലി മെമ്പേഴ്സ്, കുട്ടികളെ, വളരെയധികം സമയം വൈകി, അതുകൊണ്ട് ഒത്തിരി ദീർഘമായി പ്രസംഗിക്കുന്നില്ല. 10 മിനിറ്റാണ് അജണ്ടയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള സമയം. അതിൻ്റെ നേരെ പകുതി 5 മിനിറ്റ് സംസാരിക്കാം. കാരണം ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് കിട്ടുന്നൊരു പ്രിവിലേജ് ഇന്ന് മാത്രമേ കിട്ടുള്ളൂ. JCI കോതമംഗലത്തിൻ്റെ ഇൻസ്റ്റലേഷനിൽ ഒരു സോൺ പ്രസിഡന്റ് എന്ന രീതിയിൽ ഒരു ചീഫ് ഗസ്റ്റൊക്കെ ആയിട്ട് നിൽക്കാൻ ഇന്നിവിടെ കഴിയുമ്പോൾ നന്ദിയുടെ ഒരു വാക്ക് പറഞ്ഞിട്ട് ഈ പ്രസംഗം സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുകൊണ്ടല്ല, 2019 ഞാൻ പരിചയപ്പെട്ട, JCIയിലൂടെ പരിചയപ്പെട്ട എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നൊക്കെ പറയാമെന്ന് എനിക്കറിയില്ല, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് രാജു സാർ. 2019 നമ്മുടെ JCI കോതമംഗലത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു രാജു സാർ. ഞാൻ അന്നേരം അസൈൻഡ് സോൺ വൈസ് പ്രസിഡൻ്റായിരുന്നു. ആ ഒരു വർഷം JCI കോതമംഗലത്തിനോടൊപ്പം നിൽക്കാൻ സാധിച്ചു. രാജു സാറിനെ കുറേ അധികം അടുത്ത് അറിയാൻ സാധിച്ചു. 2019 മുതൽ എനിക്ക് തോന്നുന്നു എന്നോട് ആദ്യം പറഞ്ഞ ഒരാളെന്ന് വേണമെങ്കിൽ പറയാം, ജെയ്സൺ എപ്പോഴും കാണുമ്പോൾ, അതിനുശേഷം പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എത്ര വയസ്സുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പ്രായം പറയും. ഓക്കെ, അപ്പോൾ സാർ അങ്ങനെ കണക്ക് കൂട്ടും, സോൺ പ്രസിഡൻ്റാണ്. ഇത് പലപ്പോഴായിട്ട് ഈവൻ സെക്രട്ടറിഷിപ്പ് കഴിഞ്ഞ് ഇവിടെ നിന്നൊക്കെ പോയിട്ട് പലപ്പോഴും ഞങ്ങൾ പല വേദികളിൽ കണ്ടുമുട്ടുമ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് അദ്ദേഹം ചോദിച്ചു, ഇന്ന് സാറ് പറഞ്ഞ പോലെ സോൺ പ്രസിഡൻ്റായിട്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നു. ഏറ്റവും സ്നേഹം, നന്ദി. രാജാൻ്റെയും ഒപ്പം എല്ലാം സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഒത്തിരി നല്ല സൗഹൃദങ്ങളുള്ള റോബിൻ സാർ അടക്കമുള്ള, ജേക്കബ് അങ്കിൾ അടക്കമുള്ള, ചേതൻ പോലെ, സുനിലേട്ടൻ പോലെ, വിരിച്ചേട്ടൻ പോലെ ഒത്തിരി സൗഹൃദമുള്ള ഒരു ലോക്കൽ ഓർഗനൈസേഷനാണ് കോതമംഗലം. സ്വാഗതത്തിൽ ഞാൻ പരിചയപ്പെടുത്തിയ പോലെ നേര്യമംഗലം എന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് JCI ഇന്ത്യ സോൺ 20യുടെ, JCI ഇന്ത്യയിൽ 28 സോണാണുള്ളത്. അപ്പോൾ ഓരോ വർഷവും 28 സോൺ പ്രസിഡൻ്റാണ് ഉണ്ടാവുക. 2026 28 JCI ഇന്ത്യയിൽ 28 സോൺ പ്രസിഡൻസിൽ ഒരാൾ ഞാനാണ് എന്നുള്ളത് ഓർക്കുമ്പോൾ വലിയ സന്തോഷവും അഭിമാനവും തോന്നുന്നു. അത് തന്നെയല്ലേ ഈ സംഘടന നൽകുന്ന വലിയൊരു അവസരം. ഈ സംഘടനയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. എന്നാൽ പോലും ഒരു ന്യൂ മെമ്പർ ആരെങ്കിലും ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി മനസ്സിലാവാൻ വേണ്ടി, ഏതൊരു കാര്യത്തിനും ഒരു USP ഉണ്ടാവും. അപ്പോൾ നമ്മുടെ JCIയുടെ USP എന്താണ് എന്ന് നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മളോട് JCI അറിയില്ലാത്ത ഒരാൾ എന്താണ് JCI എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് മറുപടി ആയിരിക്കും ഒരു പക്ഷേ പറയാൻ പോകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിങ്ങനെയായിരിക്കില്ലേ? കുറേ ഫാമിലി മീറ്റിങ്ങുകൾ നടത്തുന്ന ഒരു ഓർഗനൈസേഷനാണ്, കുറേ ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റികൾ നൽകുന്ന ഒരു ഓർഗനൈസേഷനാണ്, കുറേ അധികം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രൊജക്റ്റുകൾ നടത്തുന്ന ഒരു ഓർഗനൈസേഷനാണ്, ഫാമിലി ഗെറ്റ് ടുഗദറുകളുള്ള ഒരു ഓർഗനൈസേഷനാണ്. അങ്ങനെ പലതും നമ്മൾ പറയാറുണ്ട്. അതൊക്കെയാണ് നമ്മൾ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. ബിസിനസ് നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി, അതും പറയും. പക്ഷെ ഇതിനെല്ലാം അപ്പുറത്ത്, ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതിനെല്ലാം അപ്പുറത്ത് JCI എന്ത് നൽകുന്നു എന്നതിന് ഒരു ഉത്തരം JCIയുടെ ക്രീഡിന് ശേഷം നമ്മൾ പറയുന്ന മിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ മിഷൻ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: JCI ഉള്ള എല്ലാ രാജ്യങ്ങളിലും, എല്ലാ ലോക്കൽ ഓർഗനൈസേഷനിലും എല്ലാ മീറ്റിങ്ങും, ഒഫീഷ്യൽ മീറ്റിംഗും തുടങ്ങുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് പറയാറുണ്ട്. അതിങ്ങനെയാണ്: ടു പ്രൊവൈഡ് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റി ദാറ്റ് എംപവർ യങ് പീപ്പിൾ ടു ക്രിയേറ്റ് എ പോസിറ്റീവ് ചേഞ്ച്. ടു പ്രൊവൈഡ്, നൽകുന്നു. എന്ത് നൽകുന്നു? ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ നൽകുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ USP. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ, തൊട്ടു മുമ്പ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി IPP ആയി മാറിയ അജു ബ്രോ ആ മൈക്കിന്റെ മുമ്പിൽ, പോഡിയത്തിന്റെ മുമ്പിൽ വന്ന് നിന്ന് രണ്ട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ സംഘടന നൽകിയ അവസരങ്ങളുടെ ഒരു മാറ്റം തന്നെയാണ്. അത് ഒരു സുപ്രഭാതത്തിൽ, ഇന്ന് നാളെ എന്നുള്ള രീതിയിൽ മാറില്ല. അതൊരു ലോങ് റൺ പ്രോസസ്സാണ്. അതിലൊരു കഥ പറഞ്ഞ അവസാനിപ്പിക്കുക, ഒറ്റ കഥ ഒരുങ്ങി വന്നതുകൊണ്ടാണ്. ഒരപ്പൂപ്പൻ പണ്ട് മുതലേ
തറവാട്ടിൽ താമസിക്കുന്നു. മക്കളൊക്കെ ജോലിയായിട്ട് നഗരത്തിലേക്ക് പോയി. പക്ഷെ അപ്പൂപ്പൻ മക്കളുടെ കൂടെ പോയില്ല. ആ ഒരു നൊസ്റ്റാൾജിയ, അവിടെ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. മക്കൾ കുറേ നിർബന്ധിച്ചു, പക്ഷെ പോയില്ല. അങ്ങനെ ഇടയ്ക്ക് അവധി സമയം വരുമ്പോൾ കൊച്ചുമക്കൾ ആരെങ്കിലുമൊക്കെ അപ്പൂപ്പൻ്റെ കൂടെ വന്ന് നിൽക്കും. അപ്പോൾ ഈ അപ്പൂപ്പൻ്റെ കൂടെ ഒരു അവധിക്കാലത്ത് ഒരു കൊച്ചുമകൻ വന്ന് നിന്നു. അപ്പൂപ്പൻ്റെ എല്ലാ ദിവസത്തെയും ദിനചര്യയെ ഇങ്ങനെ കൊച്ചുമകൻ ഇങ്ങനെ കണ്ട് മനസ്സിലാക്കി പഠിക്കുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഈ അപ്പൂപ്പൻ ചെയ്യുന്ന ഒരേ ഒരു പരിപാടി, പ്രായമായതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാറില്ല. എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കും, കുളിച്ച് റെഡിയാകും, രാമായണം വായിക്കും, രാത്രി വരെ രാമായണം വായിച്ചുകൊണ്ടിരിക്കും. രാത്രി ആകുമ്പോൾ കിടന്നുറങ്ങും. എല്ലാ ദിവസവും ഇത് തന്നെ ചെയ്യുന്നു. അപ്പൂപ്പന് ശരിക്കും കണ്ണൊന്നും കാണാൻ പാടില്ല. അപ്പോൾ ഈ കുട്ടിക്കൊരു സംശയം, ശരിക്കും കണ്ണ് കാണില്ലാത്ത അപ്പൂപ്പൻ ഇതെല്ലാം വായിച്ചിട്ട് മനസ്സിലാകുന്നുണ്ടോ? അവൻ സംശയം തോന്നി. അവൻ ചോദിച്ചു, മനസ്സിൽ വെച്ചില്ല. അപ്പൂപ്പന് ശരിക്കും കണ്ണ് കാണില്ലല്ലോ, പിന്നെ എന്തിനാ ഇത് വായിക്കണേ, എല്ലാം മനസ്സിലാവണ്ടോ? അപ്പൂപ്പനൊന്നും മറുപടി പറഞ്ഞില്ല. അവൻ 2 ചോദിച്ചു, 3 ചോദിച്ചു, 4 ചോദിച്ചു, 5 ചോദിച്ചു, അവൻ നിർത്തിയില്ല. കുട്ടികൾ അങ്ങനെയാണല്ലോ, ക്യൂരിയസ് ആണല്ലോ, ആൻസർ കിട്ടുന്നവർ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അപ്പൂപ്പൻ കുറേ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൂപ്പൻ പറയാണ്, മോനെ നീ അടുക്കളയുടെ ചായക്കിലൊരു വല്ലക്കൊട്ട ഇരിക്കുന്നുണ്ട്, നീ പോയി എടുത്തുകൊണ്ട് വരാമോ? അവൻ ഒത്തിരി സന്തോഷമായി. ഓടിപ്പോയിട്ട് ഉത്സാഹമുള്ളൊരു കുട്ടിയാണ്. അവൻ ഓടിപ്പോയി വല്ലക്കൊട്ട എടുത്തുകൊണ്ട് വരുന്നു. അപ്പൂപ്പൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു. കുറേ നാളായിട്ട് എടുക്കാത്തതുകൊണ്ടായിരിക്കാം കരിയും പുകയൊക്കെ പിടിച്ചിട്ട് വല്ലാത്ത അവസ്ഥയിലിരിക്കുന്നത്. അവൻ അതെടുത്ത് വന്നപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, അപ്പൂപ്പൻ പറഞ്ഞു, നമ്മുടെ പറമ്പിൻ്റെ അതിർത്തിയിലുള്ള തോട്ടിൽ പോയിട്ട് വെള്ളം മുക്കിക്കിട്ട് വരണം, മുറ്റത്ത് വെച്ചിട്ടുള്ള വാർപ്പ് നിറയ്ക്കണം. അവൻ മറ്റൊന്നും ആലോചിക്കാൻ നിന്നില്ല. കൊട്ടയെടുത്തുകൊണ്ട് ഓടി വെള്ളം തോട്ടിൽ നിന്ന് മുക്കി ഓടി വന്നിട്ട് വാർപ്പിലേക്ക് നിറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഒട്ടും വെള്ളം ആ കൊട്ടയിൽ നിൽക്കുന്നില്ല. പക്ഷെ അവൻ ശ്രമം ഉപേക്ഷിച്ചില്ല. വൈകുന്നേരം വരെ ആ കൊട്ട ഉപയോഗിച്ചുകൊണ്ട് ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷെ ആ കുട്ടി പരാജയപ്പെട്ടു. വൈകുന്നേരം തളർന്നു വന്നിരുന്നു. മുത്തശ്ശൻ ചോദിച്ചു, ഉണ്ണി നീ വെള്ളം നിറയ്ക്കാൻ പറ്റുമോ? ഇല്ല മുത്തശ്ശ. വാ എൻ്റെ അടുത്ത് വന്നിരിക്കുക. രാവിലെ എടുത്തുകൊണ്ട് വന്ന വെള്ളക്കൊട്ട മുറ്റത്ത് എടുക്കുന്നുണ്ട്, എന്നാൽ പോയി എടുത്തുകൊണ്ട് വാ. അങ്ങനെ ഓടി ചെന്ന വെള്ളക്കൊട്ട എടുത്തുകൊണ്ട് വന്നു. മുത്തശ്ശൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തു. അപ്പോൾ മുത്തശ്ശൻ ചോദിച്ചു, മോനെ നീ ആ വെള്ളക്കൊട്ടയിൽ നോക്കിക്കേ, രാവിലെ നീ അത് അടുക്കളയുടെ ചായക്കിൽ നിന്ന് എടുത്തപ്പോൾ പോലെയാണോ ഇപ്പോൾ ആ വെള്ളക്കൊട്ട ഇരിക്കുന്നത്? അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത്. അവനൊന്ന് സൂക്ഷിച്ചു നോക്കി. ശരിയാ, രാവിലെ എടുത്തപ്പോൾ ഉള്ള ആ പുകയും ആ കരിയും ഒന്നും അതിനകത്തില്ല. തെളിഞ്ഞ ഒരു വെള്ളക്കൊട്ട. എങ്ങനെയാണോ വെള്ളക്കൊട്ട ഇരിക്കേണ്ടത് ആ രീതിയിൽ ആ വെള്ളക്കൊട്ട മാറി. ഈ കഥ ഇവിടെ തീരുകയാണ്. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ആ കുട്ടി ചെയ്ത ആ ഒരു ആക്ടിവിറ്റി പരാജയപ്പെട്ടെങ്കിലും ആ വെള്ളക്കൊട്ടയിലുണ്ടായ ട്രാൻസ്ഫോർമേഷൻ പോലെ ഒരിക്കൽ ഇത്തരത്തിലുള്ള സംഘടനകളിലൂടെ നമ്മൾ അസോസിയേറ്റ് ചെയ്ത് ഈ സംഘടന നമുക്ക് വെച്ച് നീട്ടുന്ന ഓരോ ചെറുതും വലുതുമായിട്ടുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്തി ചിന്താഗതികളിൽ നമ്മൾ പോലും അറിയാത്ത രീതിയിൽ മാറ്റങ്ങൾ വന്ന് പല ആളുകളുമായിട്ട് ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളിൽ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചുകൊണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മൾ മാറുന്നുണ്ട്. പെട്ടെന്നല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ തിരിച്ചറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ മാറുന്നുണ്ട്. ഇന്ന് ഈ മീറ്റിങ്ങിൽ വന്നപ്പോൾ ഗസ്റ്റുകൾ ഓരോരുത്തരും ഈ സ്റ്റേജിലേക്ക് കയറി വന്നപ്പോൾ അവിടെ നിന്ന് ആ പൂ കൊടുത്ത കുട്ടിക്ക് പോലും കിട്ടിയതൊരു അവസരമായിരുന്നു. ഞാനൊക്കെ ആ പ്രായത്തിൽ പൂ പോയിട്ട് ഈ പരിസരത്ത് എങ്ങാനും ഉണ്ടായിരുന്ന പോലും എനിക്ക് ഓർമ്മയില്ല, നമ്മളിൽ പലരും. സോ ഈ സംഘടന നൽകുന്നതും അത്തരത്തിലുള്ള അവസരങ്ങളാണ്. നമ്മളത് ഉപയോഗിക്കുന്നുണ്ടോ എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ ഒരു വർഷം 2026 വിവേക് ഈ ഒരു സ്ഥാനം ഏറ്റെടുക്കുവാൻ വേണ്ടി ഒരു ചോദ്യം, വിവേക് അടുത്ത വർഷത്തെ പ്രസിഡന്റ് ആകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ താങ്കളുടെ മനസ്സിലൂടെ വേണോ വേണ്ടയോ എന്നുള്ള ഒരു ഡിസിഷൻ അല്ലേ, ആ തീരുമാനം എടുക്കാണ്ട് ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയപ്പോൾ എടുക്കാതിരിക്കാൻ കുറേ കാരണങ്ങൾ താങ്കളുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. യെസ് ഓർ നോ? യെസ്. പക്ഷെ താങ്കൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അതിനൊറ്റ കാരണം ഉണ്ടായിരുന്നുള്ളൂ, താങ്കൾക്ക് സം ചേഞ്ച് താങ്കളുടെ ലൈഫിൽ വരുത്തണമെന്നൊരു ഒറ്റ ആഗ്രഹം മാത്രമാണ് ആ തീരുമാനത്തിൻ്റെ പിന്നിൽ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഇതേപോലുള്ള ആഗ്രഹങ്ങളായിരിക്കട്ടെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് 2026 പ്രവർത്തന വർഷത്തിൽ ഇവിടെ എനിക്ക് മുമ്പേ പ്രസംഗിച്ചവരെല്ലാം പറഞ്ഞതുപോലെ പ്രസിഡൻഷ്യൽ അക്കാഡമിയിൽ സോൺ 22 നിന്നുള്ള പ്രസിഡൻസ് ആണ് കൂടുതൽ. അപ്പോൾ ഓഫ് കോഴ്സ് അവിടെ നിന്ന് വന്ന ഒരാൾ വിജയിക്കാനുള്ള സാധ്യത. പക്ഷെ വേദിയിലുള്ള ഒരു വിഷൻ പ്രസന്റേഷനിൽ വിവേകരുടെ ആ ഒരു പ്രസന്റേഷൻ കപ്പാസിറ്റിയും കാലിബറും ആ ഇരിക്കുന്ന ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് വോട്ട് മുഴുവൻ ഇങ്ങോട്ട് വന്നത്. വോട്ട് എണ്ണുന്നിടത്ത് ഞാനുണ്ടായിരുന്നു. സെക്കൻഡ് കിട്ടിയ ആളേക്കാൾ വിവേക് 100 വോട്ടിന് മുകളിൽ, അതായത് പ്രിഫറൻസ് വോട്ടിംഗ് ആണ്, 100 വോട്ടിന് മുകളിൽ നേടിയിട്ടാണ് ആ വിൻ ചെയ്തത് എന്ന് പറയുമ്പോഴാണ് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഈ 6 നമ്പർ സിനിമയിൽ നരേന്ദ്രപ്രസാദ് മോഹൻലാലിനെ കാണുമ്പോൾ പറഞ്ഞ പോലെ
താങ്കളുടെ കണ്ണിൽ ഞാനൊരു തീഷ്ണത കാണുന്നു എന്ന് പറയുന്നത് പോലെ എന്തൊക്കെയോ കോതമംഗലം നടക്കാൻ പോകുന്നു എന്ന് എനിക്കൊരു തോന്നൽ. തീർച്ചയായിട്ടും മിടുക്കനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്, ഗംഭീരമായിട്ട് പെർഫോം ചെയ്യും. നമ്മുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ട്, ഓഫ്കോഴ്സ് ഉണ്ട്. ആ ഒരു പ്രോത്സാഹനം കൂടി ഒന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവലിൽ കയറും. വിവേകിലൂടെ JCI കോതമംഗലത്തിലേക്ക് 2026 JCI ഇന്ത്യയുടെ ഒരു നാഷണൽ അവാർഡ് കൂടി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അതെല്ലാം നമ്മുടെ കുര്യൻ സാർ പോലുള്ള ഒരു ലീഡേഴ്സിനൊക്കെ കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ടായിട്ട് നിങ്ങൾ കാണണം. തീർച്ചയായിട്ടും ഇത്രയും വർഷം ഈ സംഘടനയുടെ ഈ സ്ഥലത്ത് നിലനിർത്തിയ ലെജൻഡറി ലീഡേഴ്സിന് കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ടായിട്ട് വിവേക് ആ ഒരു നാഷണൽ അവാർഡ് ഇവിടെ കൊണ്ടുവരണം. താങ്കൾക്ക് അത് സാധിക്കും. ഞാനതൊരു ഭംഗിയായിട്ടായിട്ട് പറയുന്നതല്ല, അത്രയും കപ്പാസിറ്റി കാലിബർ ഉണ്ട് എന്നുള്ളത് ചുരുങ്ങിയ ദിവസം കൊണ്ട് മനസ്സിലാക്കിയതുകൊണ്ട് പറയുന്നതാണ്. വിഷ് ഓൾ ദ വെരി വെരി ബെസ്റ്റ്. അതുപോലെ അജു ചേട്ടൻ, തീർച്ചയായിട്ടും താങ്കൾ 2025 താങ്കളുടെ എല്ലാ സാഹചര്യങ്ങളോടും ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് സംഘടനയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് വലിയ കാര്യം തന്നെയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും JCI സോൺ 20 പേരുള്ള നന്ദി അറിയിക്കുന്നു. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് JCI.